പ്രിയമുള്ള സുഹൃത്തുക്കളെ, വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അതായത് നമ്മുടെ ക്ലബിന്റെ പരിപാടികൾ ആരംഭിക്കുകയാണ്. വർഷങ്ങളായി വെറൈറ്റി പരിപാടികൾ മാത്രം കാഴ്ചവെച്ചിട്ടുള്ള വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പരിപാടിയിൽ ഇന്ന് ആദ്യമായിട്ടൊരു നൃത്തമാണ് സുഹൃത്തുക്കളെ. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നൃത്ത കലാകാരനും ഭാർഗൻ മുതലാളിയുടെ മകനായ ശശിൽ കുമാറിനെ ഈ നൃത്തം അവതരിപ്പിക്കാനായി വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും സുഹൃത്തുക്കളെ. അതെ, കൈയടിച്ചു. ശശിൽ കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ. ശശിൽ കുമാറിനെ എന്താടാ അത്? ഇതാടോ സ്റ്റേജ് വന്ദനം. സ്റ്റേജ് വന്ദനാണോ? തുടങ്ങാം. സ്റ്റേജിൽ കയറി വൃത്തിയോട് കാണിക്കല്ലേ. ആയിരുന്നല്ലേ, അത് ശരി. എന്ത് വെക്കാൻ? കാസറ്റ് വയ്ക്കേ. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയിട്ടോ. കാസറ്റ് വെച്ചു കൊടുക്കൂ. അയ്യോ, തെറ്റിപ്പോയി. ഇതല്ല മറ്റേത് കൃത്യമായിട്ട് പറയരുത്. അതല്ല, ഇത് ഏ സൈഡ് മാറ്റി വെക്കേ. അയ്യോ, ഏ സൈഡ് വെച്ചു കൊടുക്കൂ. കള്ളുകൂടെ സ്റ്റേജിൽ കയറി വൃത്തിയോട് കാണിക്കരുത്. ഞാനാണോ വൃത്തിയോട് കാണിച്ചത്? ഞാനാണോ വൃത്തിയോട് കാണിച്ചത്? ഈ വൃത്തിയിട്ട ചെറുക്കനാണോ വൃത്തിയോട് കാണിച്ചത്? ഇവൻ എന്നെ വൃത്തിയോടാണ് കാണിച്ചേ. എന്റെ നാട്ടുകാരൻ നിങ്ങൾ പറ. നല്ല 5 6 പൊക്കോളൊരു ചെറുപ്പക്കാരൻ ലിപ്റ്റിക്കും തേച്ച് കൊമ്പം മീശയും വെച്ചിട്ട് അവൻ പറയാ തുത്തിരി തൂന്ന്. അറിയാമോ, കഴിഞ്ഞ 6 വർഷക്കാലമായി ഞാൻ ഈ ക്ലാസിക്കൽ നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ കശ്മെല്ലാം നശിപ്പിച്ചു. ഇന്നെന്റെ അരങ്ങേറ്റമായിരുന്നു. ഇനി ഞാനിത് കെട്ടില്ല. മംഗലശ്ശേരി നീലകണ്ഠനാണ് സത്യം, ചാന്തുപൊട്ടിലെ ദിലീപേട്ടനാണ് സത്യം. സത്യം സത്യം സത്യം. നിനക്കൊന്നും കുട്ടികൾ ഉണ്ടാകാതെ പോട്ടേടാ. എനിക്കാ? നിനക്കല്ല, ഈ കറമ്പന്നെ കള്ളുകൂടി. ബാർബർ മുതലാളി മുതലാളി അദ്ദേഹം സ്റ്റേജിൽ ആ വൃത്തിയായിട്ട ചെറുക്കനെ കേട്ടിട്ട് ബാർബറിനെ വിളിക്കും. ഞാൻ അവനോട് സംസാരിക്കാം. അദ്ദേഹം സ്റ്റേജിൽ വന്ന് ഞാൻ അവനോട് സംസാരിക്കാം. അയാളുടെ വീട്ടിൽ പോയി നീ മാപ്പ് പറയുന്നതായിരിക്കും. അയാളുടെ വീട്ടിൽ പോയി ഞാൻ മാപ്പല്ല, ഗ്ലോബ് പറയും. ഈടെ നീ +2 ഉണ്ടാക്കാതെ അയാളുടെ വീട്ടിൽ പോയി മാപ്പ് പറയടാ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അയാളുടെ വീട്ടിൽ പോയി പറയണം. നോ കോംപ്രമൈസ്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. മുതലാളി ഒരു ബാർബറാന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. മുതലാളി അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ ആ കൊച്ചിനോട് വീട്ടിലാരൊക്കെ ഉള്ള സുഖമൊക്കെ ആണോന്ന് വെച്ചപ്പോൾ ഈ ശീല എൻ്റെ തന്നിട്ട് പറയാം എനിക്ക് ശരിക്കില്ല. അപ്പോൾ സത്യത്തിൽ സംഭവിച്ചു. ഞാൻ അറിയാതെ ഞാൻ ആരുടെ പേര് ഒന്നും ചെയ്ത് കാലവാരി നിലത്തടിക്കും. വൈകുന്നേരം 6 മണി കഴിയിട്ടിടാ. നിന്റെ ചാറ് എടുക്കും. ചാറ് അപ്പൊ ആ പോയതും തുത്തിരി തുവായിരുന്നു. അവര് പോയത് ഞാൻ കണ്ടു. നീ അലുമ്പൊന്നും ഉണ്ടാക്കാതെ സ്റ്റേജിൽ പോവാൻ. സ്റ്റേജിൽ എന്നോട് ഇറങ്ങി പോകാൻ. അപ്പൊ നിനക്ക് ഇവിടെ എന്നെ വൃത്തിയോടെ നല്ല കാര്യമൊക്കെ കാണിക്കുക. എനിക്ക് ഇവിടെ ഒരു വൃത്തിയോടെ നല്ലതോ ചീത്ത ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എന്നെ വൃത്തിയോടാ കാണിച്ചേ. എന്നും എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ജാനു ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് രാത്രി 12 മണി കഴിയുമ്പോൾ തലയിൽ മുണ്ടൊക്കെ ഇട്ട് സിസറൊക്കെ വലിച്ച് പമ്മി എന്ന് ഇറങ്ങിപ്പോണേ ഞാൻ കാണാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. അത് വല്ല മിന്നാമിനിങ്ങോ മറ്റായിരിക്കും. മിന്നാമിനിങ് രാത്രി 12 മണിക്ക് ജാനു ചേച്ചിയുടെ വീട്ടിലേക്ക് വരികയല്ല സിസർ വലിക്കാനായിട്ട്. ചേച്ചിയുടെ വീടും എന്റെ വീടും തമ്മിൽ കറക്റ്റ് 45 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. നിനക്ക് അറിയോ? അതിലൊന്നും വലിയ കാര്യമില്ല മോനെ. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ
കുഴപ്പമില്ല സ്റ്റേജിൽ ഇരുന്നോ, കുഴപ്പമില്ല. അങ്ങനെ കാര്യങ്ങളൊന്നും സ്റ്റേജിൽ വെച്ച് പറയരുത് കേട്ടോ. ഇപ്പൊ സിനിമാ നടി വരുന്നുണ്ട്, ആ സമയത്ത് നീ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, സിനിമാ നടി വരുമ്പോ ഞാൻ ഇവിടെ കിടന്ന് കൂത്താടും. നീ എന്നോട് സഹകരിച്ച് നിന്നില്ലെങ്കിൽ ഞാൻ തുത്തൂര് ജാനി പറഞ്ഞ നാറ്റിക്കും. കുഴപ്പമില്ല, സഹകരിക്കാം, ഒരു കുഴപ്പമില്ല. സിനിമാ നടി വരുന്നുണ്ട് കേട്ടോ, അപ്പൊ സ്റ്റാൻഡേർഡ് ആയി നിൽക്കണം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നിന്നും വളർന്ന പ്രശസ്ത സിനിമാ താരം ചെഞ്ചലിനെ ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എല്ലാവരും ചഞ്ചല് വന്നു. ാലും വേണ്ടില്ല അമ്മച്ചി മഹാലക്ഷ്മി. എന്റെ നാട്ടുകാരി അവു എന്തൊരു ഏൽപ്പിക്കല്, ഇതേ രോമൊക്കെ മുരിങ്ങാക്കോല് പോലെ നിൽക്കുന്നു. ഇറങ്ങി പോടാ. ഞാനുവേ അവിടെ നിന്നോ, പറഞ്ഞോളൂ. ഈ പൊറോട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പൊറോട്ട അല്ല, ബീഫ്. സോറി കേട്ടോ, ഈ ബീഫ് ആർട്സ് ആൻഡ് ചേച്ചി വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, ഈ വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം എങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല. പള്ളിക്കൂടത്തിൽ വിട്ടപ്പോ പള്ളിക്കൂടത്തിൽ പോണായിരുന്നു. കശുവണ്ടി വറക്കാൻ പോയ വാക്കും വാചകം ഒന്നും പുറത്തു വരില്ല. പോകാൻ മൂന്നാറേ. അവിടെ നിന്നോ. പ്രിയപ്പെട്ട മണ്ഡല സുഹൃത്തുക്കളെ, ഞാൻ ഈ സിനി ഫീൽഡിൽ എത്തിയിട്ട് 24 years ആയി. എന്നാ സാധനമായത്? 2 വർഷമായി. എനിക്ക് ഈ സിനിമ ഫീൽഡ് ആകെ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അത് തന്നെ നീല തരംഗാന്നുള്ളൂ. അതെ, നീല തരംഗം. പുരുഷന്മാർ എന്താണ് സ്ത്രീകളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട മണ്ഡലങ്ങളെ, നമ്മൾ എന്തിനാണ് ഈ പുരുഷന്മാർക്ക് എപ്പോഴും താഴ്ന്നു കൊടുക്കുന്നത്? എപ്പോഴും ഒന്നും താന്നു കൊടുക്കണ്ട, വല്ലപ്പോഴൊക്കെ ഒന്ന് താന്നു കൊടുക്കണം, നല്ലതാ. പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് എന്താണ് ഒരു കുറവ്, എന്താണ് ഒരു വ്യത്യാസം? ഒരു വ്യത്യാസം. എന്റെ നോട്ടത്തിൽ 2 വ്യത്യാസങ്ങൾ മാത്രമേ ഈ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്കുള്ളൂ. ഒന്ന് താടി, ഒന്ന് വിട്ടു പോയനല്ലോ ദൈവമേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സ്ത്രീ ഒരു അമ്മയാണ്, മകളാണ്, മരുമകളാണ്, നമ്മുടെ കുഞ്ഞു പെങ്ങളാണ്. മൊത്തത്തിൽ പറഞ്ഞ സ്ത്രീ ഒരു ഉത്തമ പുരുഷനാണ്. പറഞ്ഞിട്ടില്ലേ, സിനിമ നടി ഒരു പാട്ട് പാടണോന്ന് ആ കൊച്ച്. അയ്യോ, പാട്ട് പാടാൻ അതിന്റെ ഒരു കുഴപ്പം കൂടി ഉള്ളൂ ഇവിടെ. പാടിച്ചു തരാണ്ടാ. ഏത് സ്റ്റേജിൽ ചെന്നാലും എന്നെ പാടിച്ച വിടത്തുള്ളൂ. നിന്നെ ഞാൻ ഇവിടെ നിന്നും പാടിച്ചിട്ടേ വിടൂ. പാപ്പന് പനിയോ? ഞാൻ സ്വാഗതം ചെയ്തതാണ്. സരി 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 ഗമ 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 സാരിയുടെ ഗമ കാണിക്കാതെ പാടറിയതല്ല നിങ്ങള്. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയത് ആരാണ്? നിന്റെ തള്ള. പുല്ലാങ്കുഴയിൽ പാൽക്കടലാക്കിയത് ആരാണ്? നിന്റെ തന്ത. തന്തയ്ക്ക് വിളിക്കുന്നോ? എടോ, സ്ത്രീകളെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? സ്ത്രീ ജന്മം പുണ്യജന്മം. എടോ, സ്ത്രീ ഒരു സാധനം. എന്താണോ സ്ത്രീ ഒരു സ്വാന്തനം. പ്രിയപ്പെട്ട പണ്ഡിതകളെ, ഇത്രയും നേരം എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ അനുമതി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മയമ്മ പോണേ. ഇവനിട്ട് 2 എണ്ണം കൊടുക്കണമെന്ന് ഞാനും കുറെ കാലമായി കരുതുന്നു. വേണ്ടാന്ന് വെക്കുമ്പോ തലയിലോട്ട് കയറുക. 4-5 കൊലക്കേസുള്ള ഒരാളോടാണ് കളിക്കുന്നത്. നീ എന്നെ ഇപ്പൊ തലയിലേക്ക് കയറുക. നീ ഇപ്പൊ പറഞ്ഞ തലയിലേക്ക് കയറുമെന്ന് പറഞ്ഞാൽ തലയിലോട്ട് പല കാര്യങ്ങളും കയറുമല്ലോ. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള വേദി ഉള്ളപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടിരുന്നത്. അതെ. എന്നിട്ട് നീ എന്തെങ്കിലും പരിപാടി ഇവിടെ ചെയ്തോ? എന്നാ പരിപാടിയാണ് വേണ്ടത്? നമ്മുടെ നാട്ടിൽ ഉഗ്രൻ സർക്കസ് കളിക്കാനാവുന്ന ഒരു വേലായുധൻ ചേട്ടൻ പുറത്തു നിൽപ്പുണ്ട്. അയാൾക്ക് ഒരു 5 മിനിറ്റ് സമയം കൊടുക്കാൻ നിനക്ക് പറ്റുമോ? അയാളെ പോയി കൂട്ടിക്കൊണ്ട് പോട്ടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സർക്കസ് കളിക്കാരുണ്ടെങ്കിൽ അയാൾക്ക് 5 മിനിറ്റ് സമയം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കസ് കളിക്കാരനെ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പ്രൊഫസർ വേലയിലാണ് നിൽക്കുന്നത്. നീയാണ് 5 മിനിറ്റ് സമയം തരും, കൊളമാക്കരുത്. ഇല്ല, കൊളമാക്കൽ. ഈ ഹെൽപ്പർ പയ്യനുണ്ട്. ഈ സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എടുത്തു തരാനായിട്ടൊരു പയ്യനൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യനെ കൂടെ വിളിച്ചേടാ. എടാ, പക്ഷെ നല്ല നല്ല ഐറ്റംസുകൾ മാത്രം കാഴ്ച. ചേട്ടാ, ഞാൻ എത്തി. സർക്കസ് കളിക്കാൻ വേണ്ടി ഇയാൾക്ക് 5 മിനിറ്റ് സമയം കൊടുക്കരുത്, കൊളമാക്കരുത്. പിള്ളേർക്ക് എന്തൊക്കെ സൈസ് പേരാ. പ്രിട്ടിലിസ്റ്റ് മുഞ്ഞാന്ന് പിള്ളേർക്ക്. എടാ, ഇവിടെ നിന്ന് ഒരു പയ്യനെ വിളിച്ചു വിടാൻ പറ്റിട്ട് ആഫ്രിക്കയിൽ നിന്ന് പയ്യനെ വിളിച്ചു വിട്ടു. വെട്ടിയാണ്ടല്ലോ. എടാ മോനെ, കൃത്യം നിന്റെ മൂക്കിന് നേരെ കാക്ക കാഷ്ടിച്ചല്ലോടാ. അത് കാക്ക കാഷ്ടിട്ടൊന്നുമല്ല, പിന്നെ അതൊരു വിഷമോ. നീ നട്ടുവെച്ച നേരത്ത് വെയിലത്തോടെ ഒന്നും ഇറങ്ങി നടക്കരുത് കേട്ടോ. എന്താ സൂര്യൻ കരിഞ്ഞു.
പ്രിയമുള്ള ജനങ്ങളെ, നിങ്ങൾ കേരളത്തിൽ ഒരുപാട് സർക്കസായ ജംബോ സർക്കസ്, ജെമിനി സർക്കസ്, രാജ്കമൽ സർക്കസ് കണ്ടിട്ടുണ്ട്. ഇതാ സൈസിലുള്ള തരുന്നാണെന്ന സർക്കസ് അല്ല. ഗ്രീക്ക് ഭാഷയിൽ ഈ സർക്കസിന് സൈക്ലത്തം എന്ന് പറയുന്നു. പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു ടൗലിംഗ് എന്നല്ല. പ്രിയമുള്ളവരെ, സസൂക്ഷ്മം നോക്കി നിന്നാൽ വീട്ടിൽ ചെന്നാൽ ഇത് വല്ലപ്പോഴൊക്കെ നൽകടവില്ല. കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ? ഞാൻ എന്നാ നോക്കുമ്പോൾ പരിപാടിയുടെ വിജയത്തിന് നീ ഇത് പറഞ്ഞാൽ കേട്ടോ. എന്താ ഇത്? ടവൽ. ദൈവമേ, ഇപ്പോഴും ടവൽ തന്നെ. അതിന് ഞാൻ ടവലല്ലാന്ന് പറഞ്ഞു. ഇനിയൊരു വാച്ചിങ് എന്ന്. പ്രിയമുള്ളവര്, സസൂക്ഷ്മം നിന്റെ കയ്യിലെ ചുക്കിന് ചുണ്ണാമിനും കൊള്ളാത്തൊരു വാച്ച്. അത് ഇത് 500 രൂപ കൊടുത്ത് മേടിച്ച പുതിയ വാച്ചാണ്. 500 രൂപ കൊടുത്ത് വാച്ച് എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന് സമയമൊന്നും നോക്കാൻ അറിയാൻ പാടില്ല. എനിക്ക് കൃത്യമായിട്ട് സമയം നോക്കാൻ അറിയാം. എന്നാ നീ കൃത്യമായിട്ട് സമയം എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് സമയം പറയണം. 5 മിനിറ്റ് ആവാൻ 10 മിനിറ്റ്. പ്രിയമുള്ള ജനങ്ങളെ, ഈ 5 മിനിറ്റ് ആവാൻ 10 മിനിറ്റുള്ള വാച്ച് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഞാൻ ഈ ടൗലിൽ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഇനിയാണ് പരിപാടിയുടെ മർമ്മപ്രധാനമായ ഭാഗത്ത് കിടക്കുന്നത്. നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഈ ടൗലിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വാച്ച് നിലത്ത് വെച്ചത് ഇങ്ങനെ ഈ വെള്ളാരം കല്ല് വെച്ചത് കംപ്ലീറ്റ് ഭസ്മം പോലെയായിട്ട്. ഒരു വളയത്തിലൂടെ 2 യൂമിതനങ്ങൾ തിങ്ങി ഞെരുങ്ങി കടന്നു പോകുമ്പോൾ മരണം സുനിശ്ചിതമാണ്. ഇത് അറിയാവുന്നവർക്ക് പ്രശ്നമല്ല, അറിയാൻ പാടാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ കരിപ്പെട്ടി തലയാ അവിടെ ഒരു വളയം വെച്ചിട്ടുണ്ട്, വേഗം കൊടുക്കുന്നു. പ്രിയമുള്ളവർ, ഈ ഐറ്റം ഇവിടെ നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഗർഭിണിയും പിരിഞ്ഞു പോകണം. കാരണം കൊലപാതകത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾക്കുണ്ട് അമ്മയും പെങ്ങന്മാരും. ഒരു ചൻ അതൊന്ന് ഇട്ട് ഇപ്പൊ എന്നടാ കാണിച്ചേ? എന്നോട് ഇടാൻ പറഞ്ഞ് ഞാൻ ഇട്ടു. എടാ, അത് പതുക്കി വെച്ച് നിർത്തണ്ട, എന്നാലും എനിക്ക് പുഴിഞ്ഞൊളിഞ്ഞ് കയറിപ്പോണായിരിക്കും കയറാൻ പറ്റുള്ളൂ. നാശം കാണിക്കും. പ്രിയമുള്ളവര്, ഈ വളയത്തിന് ചില പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് പരിപാടി ആരംഭിക്കാം. ഈ വളയം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊക്കി പിടിച്ചിട്ട് കൈയിട്ടാൽ ഒരു ഹോളുണ്ട്. ഇതുണ്ടാക്കിയിരിക്കുന്ന സ്ഥലം ഹോളുണ്ട്. ആരും പേടിക്കരുത്, കണ്ണിൽ ചോരയില്ലാത്തൊരു ഐറ്റമാണ്. ഇതറിയാവുന്നവർക്ക് പ്രശ്നമല്ല, അറിയാൻ പാടാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, എന്നാ നിന്റെ ഉദ്ദേശം? പതുക്കെ കയറും. പ്രിയമുള്ള ജനങ്ങൾ, ഒരു ചാൻ വയറിന് വേണ്ടിയുള്ള വയറിപ്പ പൊട്ടിച്ച് കളയുന്ന തോന്നണം. ഈടെ കിക്കിളി കൂട്ടലട വൃത്തികെട്ട കടുക് പൊട്ടിക്കണ ഒച്ചേക്കണേ. പരിയല്ലൊടിയനാണോ അത്? ഈടെ മൂക്ക് വെച്ച സ്ഥാനത്ത് കുത്തില്ലേ? ശ്വാസം മുട്ടുണ്ട്. ഇറങ്ങിക്കോ മോനെ. ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നാ ഒന്ന് കേറി നോക്കണേ. കേറാനും പറ്റുന്നില്ല. ഇറങ്ങാനും പറ്റണല്ലേ, കയറാനും പറ്റണല്ലേ. ദൈവമേ, പണി പാളി. നീ വളയത്തിൽ ഇച്ചിരി തുപ്പലാൻ കഴിച്ചു ഇറങ്ങിപ്പോയി. തൊണ്ടയിലെ വെള്ളം പറ്റിപ്പോയി. കയറാനും പറ്റണല്ലേ, ഇറങ്ങാനും പറ്റണല്ലേ. അയ്യോ, എന്ത് വന്നു? ഒരു അമ്മേ. പാവപ്പെട്ട ഈ മന്നബുദ്ധി ചെറുക്കന്റെ മന്നബുദ്ധിയല്ലേ മോനെ? ചെറുക്കൻ്റെ 1 നമ്പർ വാച്ച് കൊടുക്കൂ. അതല്ല ഇത്രയും പേരെ കുത്തിപ്പൊടിച്ച് ഭസ്മം പോലെ ആക്കി ഇവിടെ വെച്ചാണ്. അങ്ങനെ എല്ലാ സർക്കസുകാരും പറയും. ആദ്യം മേടിച്ച് വാച്ച് കുത്തിപ്പൊട്ടിക്കും, പിന്നെ പോകുമ്പോ പുതിയ വാച്ച് അതുപോലെ തിരിച്ചു തരും. അതൊക്കെ വലിയ വലിയ സർക്കസ് കളിക്കാരല്ല മോനെ. ഞാനിതൊക്കെ പഠിച്ചു തന്നെയല്ലേടോ.